എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഹൃദയപരാജയം സംഭവിച്ച് അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഹൃദയപരാജയം സംഭവിച്ച് അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹോപ്പാണ്. ഹൃദയപരാജയം സംഭവിച്ച അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം: സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ടൂൾ കിറ്റിൻ്റെ പേര് എന്താണ്? സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ടൂൾ കിറ്റിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ട്രൂ സൈബർ സഹിയാണ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ടൂൾ കിറ്റിൻ്റെ പേര്. മൂന്നാമത്തെ ചോദ്യം: 2026 മാർച്ചിൽ ഭീം ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? 2026 മാർച്ചിൽ ഭീം ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, MS ധോണിയാണ്. 2026 മാർച്ചിൽ ഭീം ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. നാലാമത്തെ ചോദ്യം: 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗുജറാത്താണ്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ ആരാണ്? 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, രാംകുമാർ മുഖോപാധ്യായാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ ബംഗാളി സാഹിത്യകാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കാംബ്രെയിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ്. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെൻറ്റ് ട്രെയിൽ ബ്ലസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആര്? 2026 ന്യൂഡൽഹിയിൽ ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെൻറ്റ് ട്രെയിൽ ബ്ലസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കൽപ്പന സോറനാണ്. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെൻറ്റ് ട്രെയിൽ ബ്ലസേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത്. എട്ടാമത്തെ ചോദ്യം: 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊടുവള്ളിയാണ്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം. ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേര് എന്താണ്?
ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ സുരക്ഷയാണ് ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യത്തിന്റെ പേര്. BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിന്റെ പേര് എന്താണ്? കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, നിയോഫൈറ്റസ് ID. നിയോഫൈറ്റസ് ID ആണ് കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഏറ്റവും കൂടുതൽ കാലം ഭരണതലപ്പത്തിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഏറ്റവും കൂടുതൽ കാലം ഭരണതലപ്പത്തിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, നരേന്ദ്ര മോദി. നരേന്ദ്ര മോദിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഏറ്റവും കൂടുതൽ കാലം ഭരണതലപ്പത്തിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയത് ആരാണ്? പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഭരണിക ഇളങ്കോവൻ. ഭരണിക ഇളങ്കോവനാണ് പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയത്. 14ാമത്തെ ചോദ്യം, IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ടീം വിൽപ്പനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയ വ്യവസായ ഗ്രൂപ്പ് ഏത്? IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ടീം വിൽപ്പനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയ വ്യവസായ ഗ്രൂപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആദിത്യ ബിർള ഗ്രൂപ്പ്. ആദിത്യ ബിർള ഗ്രൂപ്പാണ് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ടീം വിൽപ്പനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയ വ്യവസായ ഗ്രൂപ്പ്. 15ാമത്തെ ചോദ്യം, സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം ആരാണ്? സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സജൻ പ്രകാശ്. സജൻ പ്രകാശാണ് സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിന് വേദിയാവുന്ന നഗരം ഏത്? ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിന് വേദിയാകുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഭുവനേശ്വർ. ഭുവനേശ്വറാണ് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിന് വേദിയാകുന്ന നഗരം. ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ.